ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശെ യഹോവയുടെ കൽപ്പനപ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാർ ആയിരുന്നു. അവരുടെ പേരാവിത്. രൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിൻ്റെ മകൻ ശമ്മുവ, ശിമിയോൻ ഗോത്രത്തിൽ ഹൂരിയുടെ മകൻ ഷാഫാത്ത്, യഹൂദ ഗോത്രത്തിൽ എഫിനിയുടെ മകൻ കാലേബ്, ഇസാഖാർ ഗോത്രത്തിൽ യോസഫിൻ്റെ മകൻ ഈഗാർ, എഫ്രൈം ഗോത്രത്തിൽ നൂൻ്റെ മകനായ ഹോശയ, ബെന്യാമീൻ ഗോത്രത്തിൽ രാഫുവിൻ്റെ മകൻ പൽത്തി, സെബുലൂൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദ്ദിയേൽ, യോസഫിൻ്റെ ഗോത്രമായ മനശ്ശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ ഗമലിയുടെ മകൻ അമ്മിയേൽ, ആശേർ ഗോത്രത്തിൽ മീഖായേലിൻ്റെ മകൻ സെഥൂർ, നഫ്താലി ഗോത്രത്തിൽ വൊപ്സിയുടെ മകൻ നെഹ്ബി, ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻ ഗയുവേൽ. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂൻ്റെ മകനായ ഹോശയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. മോശെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് എന്ന് മലയിൽ കയറി ദേശം ഏതുവിധമുള്ളത്, അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കിയറിവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലം ആയിരുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം വായിച്ചാൽ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി ആളുകളെ അയച്ചത് യഹോവയാണ് എന്നൊരു ധാരണ നമുക്കുണ്ടാകും. എന്നാൽ വാസ്തവം അതല്ല. അത് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായം വായിക്കണം. അവിടെ 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇതാ, നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ഇത് മോശ പറഞ്ഞതാണ്. എന്നാറേ നിങ്ങളെല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുമ്പുകൂട്ടി അയക്കുക. അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയൊക്കെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഈ ഭാഗം കൂടി ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് വാസ്തവത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ സാധിക്കുകയുള്ളൂ. ദേശം ഉറ്റുനോക്കാൻ പോവുക എന്ന ആശയം മോശയുടെയോ ദൈവത്തിൻ്റെയോ ആയിരുന്നില്ല, മറിച്ച് ജനങ്ങളുടേതായിരുന്നു. ദൈവം അവർക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതാണ്. അവരോട് ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്. അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ അവർക്കൊരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ അവർ പിറുപിറുത്തുവെങ്കിലും ദൈവം അവരെ തൻ്റെ അത്ഭുതകരമായ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിടുവിച്ചു. മരുഭൂമിയിൽ അവർ ഇപ്പോഴായിരിക്കുന്ന സമയത്ത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മന്ന ദൈവം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി കൊടുക്കുന്നു. ദൈവം അവരോട് പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്നാലും ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതായത് ദേശം നമുക്ക് അവകാശമായി തരും, ആ ദേശം നല്ലതാണെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതൊന്ന് പോയി കണ്ട് ഒന്ന് തീർച്ചപ്പെടുത്തണം. ദൈവം അത് അനുവദിച്ചു. അതനുവദിച്ചതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്: അവർ ആ ദേശം പോയി കാണുമ്പോൾ കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലാകണം. ദൈവം അവരോട് നേരത്തെ വാഗ്ദത്തം ചെയ്തിരുന്ന ഒരു നല്ല ദേശമുണ്ടല്ലോ, ആ ദേശം തന്നെയാണ് അവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്നത്. ഫലഭൂയിഷ്ടമായ കുന്നും മലയുമുള്ള നീരോട്ടമുള്ള ദേശം. അവിടെ
അവർക്ക് വളരെ സന്തോഷകരമായി സുഖകരമായി ജീവിക്കാൻ പറ്റും, ആ ദേശം നല്ലതാണ് എന്നവർ കാണുമ്പോൾ ദൈവം നമ്മോട് അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും സത്യമാണല്ലോ എന്നവർ വിശ്വസിക്കുകയും അതിൻ്റെ ഫലമായി ദൈവത്തിലുള്ള അവരുടെ ആശ്രയം വർദ്ധിക്കുകയും ചെയ്യണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ അയച്ച 12 പേരിൽ 2 പേർക്കത് സാധിച്ചു. യോശുവയും കാലേബും അവർ 2 പേരും ദൈവത്തിൽ ആശ്രയിച്ചു. അവർ പറഞ്ഞു, ഇത് മനോഹരമായ ദേശമാണ്. അതെല്ലാവരും പറഞ്ഞു. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പിടിച്ചടക്കി അവിടെ താമസിക്കാം എന്നവർ പറഞ്ഞു. അതിൻ്റെ ഫലമായി ആ 2 പേരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശം ആ 2 പേരെ മാത്രം അനുഗ്രഹിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ഈ 12 പേരെയും യോശുവയെയും കാലേബിനെയും പോലെ അനുഗ്രഹിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അയച്ചത്. അവർ അവിടെ പോയി ദൈവത്തിൽ വിശ്വസിച്ച് ഈ ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ വചനം സത്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് മടങ്ങി വന്ന് ജനത്തോട് പറയുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കുകയും ചെയ്യണമായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ഈ 12 പേരും യോശുവയെയും കാലേബിനെയും പോലെ വലിയ നേതാക്കളായേനെ. പക്ഷേ അത് സാധിച്ചില്ല. അതാണല്ലോ 13-ാം അധ്യായത്തിലെ സംഭവം. നമുക്കറിയാം, നമ്മൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ അവിടെ ചില മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഫലമായി ആ കഥയിൽ ചില മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ആ കഥ പിന്നീട് വായിക്കുമ്പോൾ ആ തെറ്റായ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ, അത് നടന്നില്ലായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അത്തരത്തിലുള്ള ഒരു അധ്യായമാണ്. കാരണം ഈ അധ്യായത്തിൽ വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് നടന്നത്. ഈ 12 പേരിൽ 10 പേർ ദൈവത്തിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് ഇസ്രയേൽ മക്കൾ മുഴുവൻ 40 വർഷങ്ങൾ മരുഭൂമിയിൽ വെറുതെ അലഞ്ഞു തിരിയേണ്ടി വന്നു. വെറുതെ അലഞ്ഞു തിരിഞ്ഞു എന്ന് മാത്രമല്ല, ഈ 40 വർഷങ്ങൾ കൊണ്ട് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന 20 വയസ്സിന് മുകളിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു വീണു. ഞാൻ മുമ്പ് പറഞ്ഞു, സംഖ്യാപുസ്തകം ഇസ്രയേൽ മക്കളുടെ യാത്ര എങ്ങനെയൊക്കെയാണ് താമസിച്ചത് എന്ന് പറയുന്നു. അതോടൊപ്പം 40 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ജനസംഖ്യ കൂടിയില്ല, കുറയുകയാണ് ചെയ്തത്. ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ് സംഖ്യാപുസ്തകം നമ്മോട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇതിൻ്റെ മൂല കാരണം ദൈവം അവരോട് പറഞ്ഞ കാര്യം മുഖവിലയ്ക്കെടുക്കുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തവർ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നവരായിത്തീരും. അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകും. അവർക്കുണ്ടാകുന്ന നഷ്ടം 1-2 ദിവസത്തെ നഷ്ടമല്ല, മറിച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നഷ്ടങ്ങളായിരിക്കും. അവരുടെ നഷ്ടത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദൈവം നമുക്കൊരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനു വേണ്ടി കൂടുതൽ പരിശോധന നടത്താതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പരിശോധന നടത്തിയതിൻ്റെ അനന്തരഫലമായിരുന്നു ഈ 12 ഒറ്റുകാരും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവിശ്വാസം ഉണ്ടാകാതിരിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.